അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ബഹുമാനികളായ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, മങ്കൂസ് മൗലിദ് വിശദീകരണം ഭാഗം 9. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا സയ്യിദി ഖൈറൻ നബി. മങ്കൂസ് മൗലിദിലെ 1-ാമത്തെ ഹിക്കായത്ത് കഴിഞ്ഞ് ആദ്യത്തെ ബൈത്തിലേക്ക് കടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ അള്ളാഹുവിൻ്റെ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. ആ റസൂലുള്ളാഹി തങ്ങൾ ശഫാഅത്ത് ചെയ്യുന്നവരാണ്. അബ്തഹിയായ റസൂലാണ്. അറബിയായ അള്ളാഹുവിൻ്റെ ഹബീബാണ്. അവിടുത്തെ മേൽ അള്ളാഹുവിൻ്റെ സ്വലാത്തും സലാമും സദാ വർഷിക്കുമാറാവട്ടെ എന്നാണ് അസ്സലാത്തു അലൻ നബി എന്ന് തുടങ്ങുന്ന ആ ബൈത്തിൻ്റെ അർത്ഥം. അബ്തഹ് എന്ന് പറയുന്നത് വെള്ളമൊലിക്കുന്ന മലഞ്ചെരുവ്, താഴ്വര എന്നൊക്കെ പറയും. മക്കയിലെ അബ്തഹാണ് ഉദ്ദേശ്യം. ഈ ബൈത്ത് സാധാരണ 1-ാമത്തെ ആ ബൈത്തിൻ്റെ ജവാബായിട്ടാണ് നമ്മളൊക്കെ ചൊല്ലാറുള്ളത്. അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ എന്ന ആ തുടങ്ങുന്ന ബൈത്തിൻ്റെ ജവാബാണ് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ. ഇങ്ങനെ ബൈത്തുകൾ ചൊല്ലിയിട്ട് ആ ബൈത്തുകൾക്ക് ജവാബ് ചൊല്ലുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ സ്വഹാബികളുടെയും ഒരു ചര്യയാണ്. അവിടുന്ന് കാണിച്ചു തന്നതാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, മഹാന്മാരായ സ്വഹാബത്ത്, മുഹാജിറുകളും അൻസാറുകളുമായ സ്വഹാബികൾ ഖന്തഖ് യുദ്ധത്തിന് വേണ്ടി അവർ കിടങ്ങ് കുഴിക്കുന്ന സമയത്ത് നല്ല തണുപ്പുള്ള ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കടന്നു വന്നു. സ്വഹാബത്ത് ഇങ്ങനെ കിടങ്ങ് കുഴിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലി, അല്ലാഹുമ്മ ഇന്നൽ ഖൈറ ഖൈറുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അല്ലാഹുവേ, എല്ലാ ഗുണങ്ങളും അത് ആഖിറത്തിലേക്കുള്ള ഗുണങ്ങളാണ്. അതുകൊണ്ട് അൻസ്വാരികൾക്കും മുഹാജിറുകൾക്കും നീ പുറത്തു കൊടുക്കണേ എന്നർത്ഥമുള്ള ബൈത്ത് ചൊല്ലിയപ്പോൾ അതിന് ജവാബായിട്ട് സ്വഹാബത്ത് ചൊല്ലി, നഹ്നുല്ലദീന ബായഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധം ചെയ്യുമെന്ന്, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം യുദ്ധം ചെയ്യുമെന്ന് ബൈഅത്ത് ചെയ്തവരാണ് എന്നർത്ഥമുള്ള ജവാബ് ചൊല്ലിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ബൈത്തു ചൊല്ലലും അതിന് ജവാബ് ചൊല്ലലുമൊക്കെ നമ്മുടെ റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്താണ്. അതുപോലെയുള്ള മഹാന്മാർ പഠിപ്പിച്ചു തന്നതാണ്. ശേഷം തുടരുന്നു, അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അല്ലയോ നബിയേ, അങ്ങ് നക്ഷത്രങ്ങൾക്കിടയിൽ ചന്ദ്രൻ പ്രകാശിക്കുന്ന പോലെ, ചന്ദ്രനെപ്പോലെ ഞങ്ങൾക്കിടയിൽ ഉദിച്ചുയർന്നു. അല്ല, അതിനേക്കാൾ മെച്ചമായി, അതിനേക്കാൾ ഉന്നതമായ നിരക്ക് തങ്ങൾ ഞങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങളെ നേതാവാകുന്ന നബിമാരിൽ ഉത്തമരായ നബിയേ, നക്ഷത്രങ്ങൾക്കിടയിൽ ചന്ദ്രൻ വെളിവാകുന്ന പോലെ അതിനേക്കാൾ ഉയർന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്, ഉദിച്ചുയർന്നു എന്നാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറയുന്നത്. ബദർ എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം പൂർണ്ണചന്ദ്രൻ. ഇവിടെ പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്നതിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപമിച്ചു. കാരണം പൂർണ്ണചന്ദ്രൻ ഉണ്ടാകുമ്പോൾ ചുറ്റുമുള്ള നക്ഷത്രങ്ങളുടെ വെളിച്ചമെല്ലാം പോകും.
അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം ഉണ്ടായാൽ മറ്റുള്ള മുഴുവൻ പ്രകാശങ്ങളും കെട്ടുപോകും. റസൂലുള്ളാഹി തങ്ങളെ ശരീഅത്ത് വന്നതുകൊണ്ട് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും ശരീഅത്തുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടു. റസൂലുള്ളാഹി തങ്ങളുടെ ശരീഅത്ത് പരിപൂർണമായിട്ടും നിലനിൽക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനെ ചന്ദ്രനോട് ഉപമിച്ച ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിക്കുന്നതായി കാണാം, യതലഅലഉ വജ്ഹുഹു തലഅലു അൽ ഖമരി ലൈലത്തൽ ബദരി. 14-ാം രാവിലെ പൂർണ്ണ ചന്ദ്രൻ പ്രകാശിക്കുന്ന പോലെ റസൂലുള്ളാഹി തങ്ങളുടെ മുഖം ഇങ്ങനെ പ്രകാശിക്കുന്നു. സ്വഹാബത്തിനെ നക്ഷത്ര തുല്യരായിട്ട് ഉപമിച്ചതായും നമുക്ക് കാണാൻ കഴിയും. അസ്ഹാബി കന്നുജൂം, അസ്ഹാബി കന്നുജൂം, എൻ്റെ സ്വഹാബത്ത് അവർ നക്ഷത്ര തുല്യരാണ്. ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, അവരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ ഹിദായത്ത് ലഭിച്ചവരാണ്. റസൂലുള്ളാഹി തങ്ങളെ ചന്ദ്രനോടും സ്വഹാബത്തിനെ നക്ഷത്രങ്ങളോടും ഉപമിച്ചതാണ് നമ്മളിവിടെ കാണുന്നത്. സയ്യിദി ഖൈറൻ നബി ബൽ വ അഷ്റഫു മിൻഹു യാ സയ്യിദി, എൻ്റെ നേതാവാകുന്ന നബിയെ, സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ആളാണ് നേതാവ്. ഇമാം നവവി തങ്ങൾ പറയുന്നതായി കാണാം, അസ്സയ്യിദു ഹുവല്ലദി യഫൂഖു ഖൗമഹു ഫിൽ ഖൈർ, എല്ലാ നന്മയിലും മുന്നിട്ട് നിൽക്കുന്നയാള്. ഹുവല്ലദി യുഫ്സഉ ഇലൈഹി ഫിന്നവാഇബി വശദാഇദി, അണികൾക്ക് ഉമ്മത്തിന് എന്ത് പ്രയാസമുണ്ടാകുമ്പോഴും എന്ത് വിഷമങ്ങളുണ്ടാകുമ്പോഴും ചെന്ന് ചേരാനുള്ള അഭയകേന്ദ്രം, ആ ഉമ്മത്തിൻ്റെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുകയും അത് പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യുന്നയാൾ, ഇതാണ് സയ്യിദ്. ഹദീസിൽ കാണാമല്ലോ, റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ സ്വന്തം അത് പറയുന്നതായി കാണാം, അന സയ്യിദു വുൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. റസൂലുള്ളാഹി തങ്ങൾ തന്നെ അവിടുത്തെ സയ്യിദ് എന്ന് പരാമർശിച്ച ഹദീസാണ് നമ്മളിവിടെ പറഞ്ഞത്. അന സയ്യിദു വുൽദി ആദം, യാ സയ്യിദി. റസൂലുള്ളാഹിനെ അങ്ങനെയാണ് വിളിക്കുക. റസൂലുള്ളാഹിൻ്റെ പേര് വിളിക്കൽ യാ മുഹമ്മദ് എന്ന് ഹുർമത്തില്ലാതെ വിളിക്കാൻ പാടില്ല. ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനക്കും കദുആഇ ബഅ്ളിക്കും ബഅ്ളാ, നിങ്ങൾ പരസ്പരം വിളിക്കുന്ന പോലെ റസൂലുള്ളാഹി തങ്ങളെ നിങ്ങൾ വിളിക്കരുത്. അല്ലാഹു തആല തന്നെ പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി തങ്ങളെ പേരെടുത്ത് വിളിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ യാ അയ്യുഹൻ നബിയ്യു, യാ അയ്യുഹർ റസൂലു, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഇങ്ങനെയൊക്കെയാണ് അല്ലാഹു തആല തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് യാ സയ്യിദി, യാ സയ്യിദി, എൻ്റെ നേതാവാകുന്ന നബിയേ എന്ന് കവി വിളിക്കുന്നത്. ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് എല്ലാ ജീവികളിലും അഫ്ളലായ മഹത്വമുള്ള ആളാണ്. തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅ്ളഹും അലാ ബഅ്ളിൻ, ആ പ്രവാചകന്മാർ അവരിൽ ചിലരേക്കാൾ നമ്മൾ ശ്രേഷ്ഠരാക്കി. യഅനി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബഗ്വി തങ്ങൾ പറയുന്നതായി കാണാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം പവർ കൊടുത്തു. അവിടുത്തെ ദഅവ ഖിയാമത്ത് നാൾ വരെയുള്ള ദഅവയാണ്. എല്ലാ സ്ഥലങ്ങളിലേക്കും മുഴുവൻ കാലങ്ങളിലേക്കും മറ്റുള്ള പ്രവാചകന്മാരെ പോലെ പ്രത്യേകമായ സ്ഥലത്തേക്കോ പ്രത്യേക കാലയളവിലേക്കോ ഉള്ളതല്ല അവിടുത്തെ ദഅവ. അത് കാലാകാലം ഖിയാമത്ത് നാൾ വരെ എല്ലാ സ്ഥലത്തേക്കും ഉള്ളതാണ്. അവിടുന്ന് അവസാനത്തെ നബിയാണ്. നുബുവത്ത് അവിടുത്തോടുകൂടി അവസാനിച്ചു. അവിടുത്തെ ഉമ്മത്തുകളായ നമ്മൾ മറ്റു ഉമ്മത്തുകളെക്കാളൊക്കെ പവറുള്ളവരാണ്. മറ്റുള്ള നബിമാരെക്കാളൊക്കെ കൂടുതൽ മുഅ്ജിസത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. യാ സയ്യിദി ഖൈറൻ നബി. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ലാഹ് റസൂലുള്ളാഹി തങ്ങൾ ഏറ്റവും മഹത്വമുള്ളവരാണ് എന്നതിന് തെളിവായിട്ട് പറയുന്നത്, ഉലൈകല്ലദീന ഹദല്ലാഹ്
ഫബിഹുദാഹു മുഖ്തദി. മറ്റുള്ള മുഴുവൻ അമ്പിയാക്കൾ അവരെയൊക്കെ പറഞ്ഞ ശേഷം അവരിൽ വ്യത്യസ്തമായി പിരിഞ്ഞു കിടക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ സവിശേഷങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മേളിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാം അവർ നിഅമത്തിന് വലിയ ശുക്ർ ചെയ്യുന്നവരായിരുന്നു. അയ്യൂബ് അലൈഹിസ്സലാം ബലാഇന് സ്വബ്ർ ചെയ്യുന്നയാളായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാം ഇത് രണ്ടുമുള്ളയാളായിരുന്നു. മൂസ അലൈഹിസ്സലാം ഒരുപാട് മുഅ്ജിസത്തുകൾ ഉള്ളയാളായിരുന്നു. സക്കരിയ നബിയും യഹ്യാ നബിയും ഈസാ നബിയും ഇല്യാസ് നബിയും അവരൊക്കെ സാഹിദീങ്ങളായിരുന്നു. ഇസ്മായിൽ അലൈഹിസ്സലാം വലിയ സിദ്ഖിൻ്റെ ആളായിരുന്നു. യൂനുസ് അലൈഹിസ്സലാം വലിയ താഴ്മയുടെ ആളായിരുന്നു. ഇങ്ങനെ എല്ലാ അമ്പിയാക്കളൊക്കെ പറഞ്ഞ ശേഷം റസൂലുള്ളാഹി തങ്ങളോട് അള്ളാഹുവിൻ്റെ കൽപ്പന ഫബിഹുദാഹു മുഖ്തദി, അവരുടെ ആ ചര്യയെ തങ്ങൾ അനുധാവനം ചെയ്യണം. അപ്പോൾ അവരിൽ വ്യത്യസ്തമായി കിടക്കുന്ന മുഴുവൻ സവിശേഷ ഗുണങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സമ്മേളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ അമ്പിയാക്കളെക്കാളും ഉന്നതരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ആ ചര്യയെ അനുധാവനം ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.